നിറം കുറവായതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒട്ടും വിഷമിക്കണ്ട. ദിവസവും ഇതൊരു ഗ്ലാസ് ഒന്ന് കുടിച്ചു നോക്കൂ. 2 ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു 5-6 ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 4 ഈത്തപ്പഴമാണ് എടുത്തത്. ഇത് രണ്ടും നമുക്കൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ചേർക്കുന്നവർക്ക് മാത്രം ചേർത്താൽ മതി. ഇതിൽ മെയിനായിട്ട് നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ഈ ഒരു ഈത്തപ്പഴവും ബദാമും ചേർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം രക്തം വർദ്ധിക്കും. രക്തം വർദ്ധിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും, നല്ല തെളിച്ചവും തിളക്കവും ഒക്കെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ബദാം എന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, നിറം വെക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് കുതിർക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു നമ്മുടെ ചായപാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പാലാണ് കേട്ടോ എടുക്കുന്നത്. രാത്രി ദിവസവും പാല് കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ ഇങ്ങനെ പാല് കുടിക്കുക കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മൾക്കുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ചിലർക്ക് അലർജി രോഗങ്ങളുണ്ടാവും, ശരീരത്തിൽ ചൊറിച്ചിൽ, അതുപോലെ തന്നെ ജലദോഷം, തുമ്മൽ, ഇതെല്ലാം മാറാനും ഒക്കെ ഇതുപോലെ പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിതാ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള് നമ്മൾ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുമ്പോഴാണ് ഇത് നല്ലൊരു ഔഷധമായിട്ട് മാറുന്നത് കേട്ടോ. ഇതാ പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. നിറം കുറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കവിളൊക്കെ ഉള്ളോട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുക, മുഖത്ത് തീരെ ഇങ്ങനെ ഭംഗിയില്ലാത്തൊരവസ്ഥ, ഉണങ്ങി ഒരു വരണ്ട ചർമ്മം, അങ്ങനെയുള്ളവരൊക്കെ ഇത് ദിവസവും കുടിക്കട്ടോ. ഒപ്പം തന്നെ കല്യാണമൊക്കെ അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഇത്തിരി സുന്ദരിയാകാൻ കൊതിക്കാത്തവർ ആരല്ലേ ഉള്ളത്? നമുക്കൊക്കെ സൗന്ദര്യമുള്ളവർ തന്നെയാണ്. എല്ലാവർക്കും ദൈവം അതിനനുസരിച്ചുള്ള സൗന്ദര്യം തന്നിട്ടുണ്ട്. എന്നാലും കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ കരുതും ഒരു ഇത്തിരിയും കൂടി ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 100% എഫക്റ്റീവാണ് കേട്ടോ. പാല് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി എടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ മഞ്ഞളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞൾപ്പൊടി എടുക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മില്ലിൽ പോയിട്ട് നല്ല മഞ്ഞൾപ്പൊടി നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഗർഭിണികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപോലെ തന്നെ കുടിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് ഒരുപാട് കൂടിപ്പോവരുത്. അതായത് പിന്നെ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മാത്രം മതിയാകും കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് നമുക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ചേർക്കുന്നതാണ് ഈ ഒരു ഈത്തപ്പഴവും ബദാമും. ഇത് രണ്ടും മിക്സാക്കി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മക്കളിൽ കാണുന്ന ക്ഷീണമൊക്കെ മാറാനും നല്ല ഉത്സാഹത്തോടു കൂടി പഠിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഈത്തപ്പഴവും ബദാമും ഇതിലോട്ട് ചേർക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇതിൽ നമ്മൾ ഒട്ടും മധുരം ചേർക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ബദാമും ഈത്തപ്പഴം കിട്ടാത്തവർ അത് സ്കിപ്പ് ചെയ്തിട്ട് പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട്, അതും നല്ല നാടൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഡെയിലി കുടിക്കുന്നത് കൊണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. ഈ കൊറോണ കാലത്തൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടൊക്കെ നമ്മൾ കഴിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ചിലർക്ക് പാൽ അലർജി ഉള്ളവരുണ്ടാവും, പാലിഷ്ടമല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഷുഗറുള്ള ആൾക്കാർക്കും ഇത് വളരെ നല്ലതാണ്. ചില ഡോക്ടേഴ്സ് ഷുഗർ പേഷ്യൻസിനോട് പറയാറുണ്ട് പാല് കഴിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയുള്ളവർ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ഇച്ചിരി മഞ്ഞൾ കലക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായമൊന്നുമില്ല, നിങ്ങൾ പാല് കുടിക്കുന്നവർക്ക് കുടിക്കുക എന്നുള്ളവർക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും കുടിക്കാം. അപ്പോൾ ഡോക്ടറോടൊന്ന് ചോദിച്ച് നോക്കിയിട്ട് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണം മാറും, രക്തം ശുദ്ധീകരിക്കും. രക്തം ശുദ്ധിയാകുമ്പോഴേക്കും തന്നെ നമ്മളെ
ബോഡിക്ക് നല്ല ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ഇങ്ങനെ കുടിക്കുന്നത് മൂലം പഠനങ്ങൾ പറയുന്നു അമിതവണ്ണം കുറയാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ഡിന്നറിന് ഇതുപോലൊരു ഗ്ലാസ് പാല് കുടിക്കുക കേട്ടോ. ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒരിത്തിരി മധുരം വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഈത്തപ്പഴം ചേർത്ത് അടിച്ചെടുത്താൽ മതി. ബദാമിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ട് തന്നെ പ്രോട്ടീൻസും വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കും. ഒപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം വെട്ടിത്തിളങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി കഴിക്കണം, അപ്പോഴേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 ദിവസം നിങ്ങൾ കുടിച്ചിട്ട് ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ അവർ കഴിച്ചോളും എന്ന് കരുതിയിട്ട് ഒരുപാട് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി അങ്ങനെ മധുരം ഇട്ടിട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തല്ലേ. മധുരം അല്പം മതി, ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതിയാവും ഇത് കുടിക്കാനായിട്ട്. ഇത് സാധാരണയായിട്ട് പാല് തിളച്ച് വരുമ്പോൾ അതിലോട്ടൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുടിക്കുന്നവരാണ് പലരും. അങ്ങനെ കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം. ഇനി ഒന്നും കൂടി ആരോഗ്യ ഗുണങ്ങളാക്കാൻ അല്ലെങ്കിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്താനായിട്ടാണ് ഞാനിവിടെ ബദാമും ഈത്തപ്പഴവും ചേർത്ത് കൊടുത്തത് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിക്കും മക്കളൊക്കെ നല്ല രീതിയിൽ കുടിക്കാനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ, ഇത് കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മഞ്ഞളുടെ ആ ഒരു കുത്തുന്ന ചൊവയോ കാര്യങ്ങളോ ഒന്നുമില്ല. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അലർജി രോഗങ്ങളൊക്കെ മാറാനും അതുപോലെ തന്നെ നമുക്ക് ആ പേടിപ്പെടുത്തുന്ന രോഗമാണ് ക്യാൻസർ എന്ന രോഗം. ആ ഒരു രോഗത്തിൻ്റെ കോശങ്ങളെ വളരുന്നത് തടയാനും ഇതുപോലെ ദിവസവും മഞ്ഞൾപ്പാൽ കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ കുടിക്കാം കേട്ടോ. പിന്നെ ചിലർക്ക് പാൽ അലർജി ആയിരിക്കും. അങ്ങനെയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കുടിക്കാൻ പറ്റുള്ളൂ. കാരണം അതുപോലെ തന്നെ ചില ഗർഭിണികളോടൊക്കെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ പാല് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കുടിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നോർമലായിട്ടുള്ള ഒരാൾക്കാർക്ക് ഇത് ഒത്തിരി യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ വണ്ണം കുറയാനും ഒക്കെ വളരെ നല്ലതാണ് എന്ന് കരുതിയിട്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി മഞ്ഞൾപ്പൊടി ഏറിപ്പോയാൽ അത് നമ്മളെ കിഡ്നിയിൽ കല്ല് വരാനും പിത്താശയത്തിൽ കല്ല് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് ദിവസവും കുടിക്കുന്നത് മൂലം ചില ആൾക്കാർക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാവും, ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കക്കുറവുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ മഞ്ഞൾപ്പാൽ ഇളം ചൂടോട് കൂടിയിട്ട്, ഒരിക്കലും നിങ്ങൾ മധുരം ചേർക്കരുത്. മധുരം ചേർക്കാതെ കുടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും. എല്ലാം കൊണ്ടും ഈ ഒരു മഞ്ഞൾപ്പാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. മെയിനായിട്ട് നമ്മൾ കളറ് കുറഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട. സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങാൻ ദിവസം കുടിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.